ദയവ് ചെയ്ത് നമ്മൾ ആരുടെയും ഫോളോവർ ആവാതിരിക്കുക. നമ്മൾ ദയവ് ചെയ്ത് ഈ അദ്വൈത ദീപിക കേട്ടതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ദയവ് ചെയ്ത് ആരുടെയും ഫോളോവർ ആവാതിരിക്കുക. എല്ലാവരിലെയും നന്മകളെ കാണാൻ ശീലിക്കുക. അവർക്ക് തിന്മകളില്ലേ? തിന്മകളുണ്ട്, അതിനെ ഞാൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ നന്മകളെ മാത്രം ഫോളോ ചെയ്യുക, വ്യക്തിയെ ഫോളോ ചെയ്യരുത്. ഒരു വ്യക്തിയെ ഫോളോ ചെയ്താൽ വരുന്ന കുഴപ്പം, ആ വ്യക്തിയുടെ ദോഷങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. 2, ആ വ്യക്തിയെ പലപ്പോഴും നമുക്ക് വെള്ളം പൂശേണ്ടി വരും. ഒരിക്കലും സംഭവിക്കരുത്. നമുക്ക് ഇന്നൊരു ഫോളോവർ ആയാലേ പറ്റൂ എന്നൊരവസ്ഥയായിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, സ്വാമി ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ശങ്കരാചാര്യയാണോ? അല്ല രാമാനുജാചാര്യയാണോ? അല്ല വല്ലഭാചാര്യയാണോ? ആരെയാണ്? മധ്വാചാര്യയാണോ? ഞാൻ എന്നെയാണ് ഫോളോ ചെയ്യുന്നത്, വേറെ ആരെയല്ല. ആരെ ഫോളോ ചെയ്യാറ? എങ്ങനെ ഫോളോ ചെയ്യുക? എനിക്ക് മനസ്സിലായില്ല. അത് ദയവ് ചെയ്ത് ആരും ആരുടെയും ഫോളോവർ ആവാതിരിക്കുക. സത്യത്തെ മാത്രം പിന്തുടരുക. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദ. കഴിഞ്ഞു. അത് ഫോളോ ചെയ്തോളൂ. വ്യക്തിയെ ഫോളോ ചെയ്താൽ നമ്മൾ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. ഫോളോവർ ആവരുത്, ആരുടെയും ഫോളോവർ ആവരുത്. അതുകൊണ്ട് ശങ്കരാചാര്യൻ്റെ ഫോളോവർ ആവരുത്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ഫോളോവർ ആവരുത്, ഒരാചാര്യൻ്റെയും ഫോളോവർ ആവരുത്. നന്മകളെ സ്വീകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന സ്വതന്ത്ര ബുദ്ധി ഉണ്ടാവുക. അതാണ് പറയാനുള്ളത്.